സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കും മൗന അനുവാദത്തോടുകൂടി നടക്കുന്ന ഇത്തരത്തിലുള്ള നീതി നിഷേധത്തോടുമുള്ള ഒരു പ്രതിഷേധ യോഗമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഇടവകയിലെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്ത് ജാഥ നടത്തുകയുണ്ടായി. അത് യുവജനങ്ങളുടെ ഒരു പ്രതിഷേധമായിരുന്നു. ഇന്ന് ഇടവക സമൂഹം ഒന്നാകെ ഈ പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോൾ നമുക്കറിയാം, ജയിലിൽ അടയ്ക്കപ്പെട്ട 2 സഹോദരിമാർക്ക് അവർക്ക് ജയിലിൽ നിന്നും മോചനം നൽകി എന്നുള്ളത് മറക്കുന്നില്ല. ഭാരതത്തിലും കേരളത്തിൽ പ്രത്യേകിച്ചും വളരെ രൂക്ഷമായ രീതിയിൽ ഈ പ്രതിഷേധം കൊടുമ്പിരികൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് ഞങ്ങൾ ഛത്തീസ്ഗഡിൽ വിളിച്ചു പറയാം, അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് എത്രയും വേഗം ഈ സന്യാസിനിമാരെ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കുകളുടെ പിന്നിലുള്ള ധ്വനി എന്താണ്, അർത്ഥമെന്താണ്? ഞങ്ങളുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നല്ലേ? അതിനോടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭാരതത്തിൽ ഏതാണ്ട് 1-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു മതവിശ്വാസ പ്രസ്ഥാനമാണ് ക്രൈസ്തവ സഭ. ഈ ഭാരതത്തിൽ 1-ാം നൂറ്റാണ്ടിൽ ഇത് ജന്മമെടുത്തെങ്കിൽ 22-ാം നൂറ്റാണ്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്നും ഓർക്കണം, ഈ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് കേവലം 3% താഴെയാണ്. അതിൽ നിന്ന് തന്നെ അനുമാനിക്കാം, മതം വളർത്തുക എന്നുള്ളതല്ല ക്രൈസ്തവ സഭയുടെ ലക്ഷ്യം. ഈശോ പഠിപ്പിച്ച സനാതന മൂല്യങ്ങൾ, ശത്രുക്കളെ സ്നേഹിക്കുക, വിശക്കുന്നവനുമായി ഭക്ഷണം പങ്കുവയ്ക്കുക, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുക, പരദേശിയെ സ്വീകരിക്കുക തുടങ്ങി ഇത്യാദിയായിട്ടുള്ള സുവിശേഷ മൂല്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളുമായി ആ സന്ദേശം പങ്കുവച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു സമൂഹമാണ് ക്രിസ്തീയ സമൂഹം എന്നത് ഓർക്കണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അടിക്ക് പകരം അടി, ഒരു കൊലയ്ക്ക് പകരം മറ്റൊരു കൊല എന്നുള്ളത് യേശു പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുവിൻ എന്നാണ് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത്. ആ യേശുവിൽ പ്രത്യാശ അർപ്പിച്ചും വിശ്വസിച്ചും യേശുവിന്റെ സമൂഹത്തിലെ എന്ന് വെച്ചാൽ ഈശോ ആരെയും ആ സ്നേഹ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. വിജാതീയരും സജാതീയരും എല്ലാവരും യേശുവിന് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് സ്വന്തം മതം നോക്കാതെ ആരെയും സ്നേഹപൂർവം ക്ഷണിക്കുകയും സ്വീകരിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്ന ആ ശൈലി ഈശോയുടെ കാലം മുതലേ ഇന്നു വരെ അനുവർത്തിച്ചു പോരുന്നത്. ഭാരതത്തിന്റെ വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് സ്നേഹ ശുശ്രൂഷകളുമായി കടന്നു പോകുന്ന സഹോദരന്മാർ, അതായത് ഇതുപോലെ ഉടുപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമർപ്പിതർ, അവിടെ മതം മാറ്റി യേശുവിന് വേണ്ടി ശിഷ്യന്മാരെ സമ്പാദിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. ഇവിടെ സ്ലോഗൻ അറിയിച്ചതുപോലെ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ പങ്കുവയ്ക്കുക, ഏറ്റവും കുഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം മരുന്നുകൾ സപ്ലൈ ചെയ്യുക, അവർക്ക് വേണ്ടപ്പെട്ട പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക, ജന്മിമാരിൽ നിന്നും ഭൂവുടമകളിൽ നിന്നും അനുഭവിക്കുന്ന അനീതി നിറഞ്ഞ, അതായത് ശരിയായ കൂലി കൊടുക്കാതെ അവരെ ചവിട്ടമർത്തി ഇന്നും വടക്കേ ഇന്ത്യയിൽ അനുഭവിക്കുന്നത് തന്നെയാണ്. ഭൂവുടമകളും ജന്മികളും ഭൂമിയും സ്വത്തും കൈയാളുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടതായ കൂലിയോ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ, നീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിലൂടെ, അവർക്ക് സ്വയം പര്യാപ്തത നൽകുക,
മെച്ചപ്പെട്ട ഒരു ജീവിത സംവിധാനം ഒരുക്കിക്കൊടുക്കുക എന്നുള്ളതാണ് വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന ക്രൈസ്തവ മിഷണറിമാരുടെ പ്രഥമ ലക്ഷ്യം. അതിന് മരുന്ന്, അറിവ്, പാർപ്പിടം അല്ലെങ്കിൽ അതിന് പറ്റിയ ജോലി ഇത്തരത്തിലുള്ളത് സംഘടിപ്പിച്ചു കൊടുക്കുവാൻ ക്രൈസ്തവ സഭകൾ എന്നും മുന്നിലാണ്. ആ കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇനി ക്രൈസ്തവ സഭയുടെ മുദ്രാവാക്യമല്ല കൊല്ലുക, നശിപ്പിക്കുക, ബോംബിടുക എന്നുള്ളത്. നിങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ലോകത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ ബോംബാക്രമണത്തിലൂടെയും വെടിവെപ്പിലൂടെയും കത്തിക്കുത്തിലൂടെയും ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം, ശിരസ് ഛേദിച്ചവരുടെ എണ്ണം, ആരാരുമില്ലാതെ എറിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ദീനരോധനങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. കൊല്ലങ്ങൾക്ക് മുമ്പ് മദർ തെരേസ എന്ന സാധു സ്ത്രീ അൽബേനിയയിൽ നിന്നും ഭാരതത്തിലേക്ക് അവരുടെ സന്യാസ സഭയുടെ ഭവനത്തിലേക്ക് പകരം വെച്ച് മാറ്റി ട്രാൻസ്ഫറായി വന്നപ്പോൾ ആ ലൊരേറ്റോ സന്യാസ സമൂഹത്തിന്റെ സ്കൂളിൽ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിച്ചു തീർക്കാവുന്ന മദർ തെരേസ കൽക്കട്ടയിലെ ഉപേക്ഷിക്കപ്പെട്ട കുഷ്ഠരോഗികളുടെയും തെരുവിലെറിയപ്പെട്ട കുഞ്ഞുങ്ങളുടെയും അനാഥരുടെയും ദൈന്യത കണ്ടപ്പോൾ ആ ലൊരേറ്റോ സഭ നൽകുന്ന സുരക്ഷിതത്വത്തിൽ നിന്നും പുറത്തിറങ്ങി ഈ കുഞ്ഞുങ്ങളെയും കുഷ്ഠരോഗികളെയും പെറുക്കിയെടുത്ത് അവരുടെ വ്രണങ്ങളിൽ നിന്നും ഇറങ്ങി വരുന്ന പുഴുക്കളെ കൈകൊണ്ട് തന്നെ എടുത്തു കളഞ്ഞ് അവരെ ശുശ്രൂഷിച്ച് ആദ്യകാലങ്ങളിൽ ജന്മികളുടെയും മറ്റുമൊക്കെ വീടുകളിൽ പോയി ഇവർക്ക് വേണ്ടി കൈനീട്ടുമ്പോൾ പലരും പുച്ഛിച്ചും പേടിപ്പിച്ചും ഓടിപ്പിച്ചപ്പോഴും ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തു എന്ന് പഠിപ്പിച്ച യേശുവിന്റെ, തന്നെ വിളിച്ച യേശുവിന്റെ ആ സുവിശേഷ ഉദ്ബോധനം സ്വന്തം ജീവിതത്തിലൂടെ മരണം വരെ പ്രകടിപ്പിച്ച അല്ലെങ്കിൽ പ്രദർശിപ്പിച്ച വ്യക്തിയാണ് മദർ തെരേസ. ഈ മദർ തെരേസയുടെ ഭവനങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോലും അവരുടെ സാധു സംരക്ഷണ ഭവനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ലോകം കൊടുക്കുന്ന ആദരവ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ആ സാധു സ്ത്രീ മരിച്ചപ്പോൾ കൽക്കട്ട ഗവൺമെന്റ് ഏറ്റവും അനുയോജ്യമായ ദേശീയ തലത്തിലുള്ള ആ മൃതസംസ്കാര ശുശ്രൂഷകളും മറ്റുമൊക്കെ നടത്തി. ഭാരതം ഏറ്റവും വലിയ അവാർഡ് നൽകി ആദരിച്ചു. അപ്പോഴും അതിനെതിരെ ശബ്ദമുയർത്തിയവരുണ്ട്. ആ സ്ത്രീയിൽ നിന്നും ഇത് പിടിച്ചെടുക്കണം, തിരികെ എടുക്കണം എന്ന് പറയുന്ന വർഗീയ ചിന്തയുള്ളവർ. ക്രിസ്ത്യാനികൾ ഒരിക്കലും വർഗീയ ചിന്ത പുലർത്തുന്നവരല്ല. അവർ സ്വന്തം വർഗത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമല്ല. ഇന്നും എന്റെ ഓഫീസിലേക്ക് 3 പേര് കയറി വന്നു സഹായം ചോദിച്ച്. അതിലൊരു ക്രിസ്ത്യാനി പോലുമില്ലായിരുന്നു, മറ്റ് സമൂഹങ്ങളായിരുന്നു. അവരെ ആട്ടി ഓടിക്കുകയല്ല ചെയ്യുന്നത്, അവരെ ആശ്വസിപ്പിക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുവാനുള്ള ആലോചനകളാണ് ഞങ്ങൾ നടത്തുന്നത്. ബഹുമാനപ്പെട്ട വർദ്ധച്ചന്റെ, ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് മരിച്ച വർദ്ധച്ചന്റെ ആ സാധുക്കളോടുള്ള സ്നേഹവും പരിഗണനയും, പ്രത്യേകിച്ച് പിന്നോക്ക സമൂഹങ്ങളിലുള്ളവരോടുള്ള ദയയും ഇന്നും ഈ കോട്ടപ്പടിയിലെ ക്രിസ്തീയ സമൂഹം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, നിങ്ങളോട് ആരോടെങ്കിലും ഞങ്ങളുടെ മതത്തിൽ ചേരൂ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സഹായങ്ങൾക്ക് പള്ളിയിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ശുപാർശയ്ക്ക് കോളേജിലേക്കുള്ള ഒരു സീറ്റ്, അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കൂളിൽ പഠിക്കാനുള്ള ഒരു ഒപ്പ്, അതിനുള്ള അപേക്ഷയിലുള്ള ഒപ്പ് മേടിക്കാൻ വരുമ്പോൾ നീ ഭാവിയിൽ ഞങ്ങളുടെ സമൂഹത്തിൽ ചേരണമെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ക്രിസ്തീയ സഭയുടെ ലക്ഷ്യം അതല്ല. ഇനിയും ഓർക്കണം, ശത്രുക്കളെ നശിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയുമില്ല. ഒരു പട്ടണത്തിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ മറ്റൊരു പട്ടണത്തിലേക്ക് പോകുവിനെന്നാണ് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഭാരതത്തിന്റെ വടക്കേ സംസ്ഥാനങ്ങളിൽ എത്രയോ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹങ്ങൾ, പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളും ഒക്കെ നടത്തുന്ന പ്രാർത്ഥനകളും ബൈബിൾ പഠനശാലകളുമൊക്കെ അവരുടെ ആ പ്രാർത്ഥനാലയങ്ങൾ തകർത്ത് അവരെ നടുറോഡിലൂടെ വലിച്ചിഴച്ച് പീഡിപ്പിച്ച് വേദനിപ്പിച്ച് ഒറ്റപ്പെടുത്തുമ്പോൾ
അവർ ബൈബിളും കഷത്തിൽ വെച്ചുകൊണ്ട് കേരളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഒരു പട്ടണത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ മറ്റൊരു പട്ടണത്തിലേക്ക് നിങ്ങൾ പോകുവിൻ എന്ന സുവിശേഷ വചനം ഓർത്തുകൊണ്ട് അവർ മറ്റു പ്രദേശങ്ങളിൽ യേശുവിന്റെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നു. അത് കൂട്ടായ്മയോ വിഭാഗീയതയോ സൃഷ്ടിക്കാനല്ല എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള ആഹ്വാനം കർത്താവ് പറഞ്ഞുവെങ്കിൽ ഇന്നും ഈ സന്യാസിനിമാരെ തുറുങ്കിലടച്ചവര്, നിങ്ങൾ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നവരാണ്, നിങ്ങൾ ഞങ്ങളുടെ ദയയിൽ ജീവിക്കുന്നവരാണ്, നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നവരാണ് എന്ന് ആക്രോശിച്ച അറിവില്ലാത്ത ആ സഹോദരി, ഏതോ ഒരു സഹോദരി ടിവിയിൽ ഞാൻ കണ്ടതാണ്, അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ചവർ ഓർക്കണം, 1-ാം നൂറ്റാണ്ട് മുതൽ ഉള്ള ഒരു സമൂഹമാണിത്. ഇവിടെ ജനിച്ചു വളർന്ന മനുഷ്യരുടെ പിൻഗാമികളാണ് ഞങ്ങൾ ഓരോരുത്തരും. ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ പലതും നിഷേധിക്കപ്പെടുമ്പോഴും സർക്കാർ സ്ഥാപനങ്ങൾ എറിഞ്ഞുറയ്ക്കാനോ തകർക്കാനോ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരിക്കലും സംഘടിപ്പിക്കുന്നവരല്ല ക്രൈസ്തവർ. ഏതെങ്കിലും ഒരു സ്ഥാപനം എറിഞ്ഞുടച്ചത് ക്രൈസ്തവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, നമ്മൾ ഓർക്കണം, കൂട്ടായ്മയും സാഹോദര്യവും ഭാരതത്തിന്റെ സംസ്കാരം അതാണ്. ഏത് സംസ്കാരത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച പുരാതന ഋഷിമാരുടെ നാട്. അത് തുറവയോടെയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു, തുറവയോടെയുള്ള ഒരു ഏറ്റുപറച്ചിലായിരുന്നു. ഈ സത്യം നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കഴിഞ്ഞ 10-22 കൊല്ലങ്ങളായി ക്രൈസ്തവ സമൂഹങ്ങൾ വളരെയധികം വേദനകൾ അനുഭവിക്കുന്നുവെങ്കിൽ, പ്രത്യേകിച്ചും മന്ദബുദ്ധികളും അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ളവരും മെന്റലി ചലഞ്ചറായിട്ടുള്ളവരും ആരോരും നോക്കാനില്ലാത്തവരും ഒരു കാര്യത്തിലും ഉപയോഗപ്രദമല്ലാത്തതുമായ മനുഷ്യ ശരീരങ്ങൾ ജീവനോടെയുള്ള ആ സാഹചര്യത്തിൽ അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കൊടുത്തും അവരുടെ അഭിവാരിക്കളഞ്ഞും അവരുടെ ചന്തി കഴിച്ചും അവരുടെ എല്ലാ മുറിവുകൾ ഉണക്കിയും സേവനം ചെയ്യുന്നത് ഈ ഉടുപ്പെട്ട സഹോദരിമാരും കന്യാസ്ത്രീമാരുമാണ് എന്ന കാര്യം വിസ്മരിക്കരുത്. പ്രായത്തിൽ അധികമുള്ള വയോജനങ്ങൾ വീട്ടിൽ നിന്നും ബഹിഷ്കൃതരാകുമ്പോൾ, മരണാസന്നരാകുമ്പോൾ പലിയേറ്റീവ് സെന്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് അവരുടെ അവസാന നാളുകൾ സമാധാനപൂർവമാക്കി തീർക്കുന്ന ആ ശുശ്രൂഷ ചെയ്യുന്ന സമൂഹത്തിൽ സിസ്റ്റേഴ്സിന്റെ എണ്ണം എത്രയോ അധികമായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. ഞാനിവിടെ ദീർഘിപ്പിക്കുന്നതിന് നിർത്തുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആ ഇപ്പോഴത്തെ ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധി, പ്രിയ സിനിമാ നടൻ, അദ്ദേഹം എല്ലാവരുടെയും വോട്ട് ചോദിക്കാൻ വന്നു, മറ്റു പാർട്ടികളെ പോലെയൊക്കെ തന്നെ. എന്നാൽ അദ്ദേഹം എൻ്റെ പള്ളിയിൽ വന്നപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം എൻ്റെ മുറിയിൽ ചെലവഴിച്ചു. പല കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചോദിക്കുകയും ഒക്കെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു 10-25 അനുയായികളും ഉണ്ടായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറിലധികം അദ്ദേഹം എൻ്റെ മുറിയിൽ ചെലവഴിച്ചു പോയതാണ്. തൃശ്ശൂരിനെ ഞാൻ എടുക്കുകയാണ് എൻ്റെ ഹൃദയത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിനെ എടുത്തു, അല്ലെങ്കിൽ തൃശ്ശൂരിനെ അദ്ദേഹത്തിന് കൊടുത്തു. അതിന് കുഴപ്പമില്ല. എന്നാൽ ഈ സഹോദരിമാർ തുറങ്കിലടയ്ക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അനുകൂലമായ ഒരു വാക്ക് പോലും ആ സഹോദരനിൽ നിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഖേദപൂർവം പറയട്ടെ, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ എന്തിന്? ഒരു സമൂഹത്തോട് പ്രത്യേക സ്നേഹം കാണിക്കാനല്ല, നീതിയും ന്യായവും നടത്തിക്കിട്ടാൻ, നീതിയും ന്യായവും നടത്താൻ ഇവിടുത്തെ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത് തന്നെ നടക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ഏതെങ്കിലും പാർട്ടികൾക്ക് വോട്ട് ചെയ്യുകയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. പക്ഷേ ഇത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ
നിന്നും പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിന് മാന്യമായ രീതിയിലുള്ള ശുശ്രൂഷകൾ, സേവനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. അത് വിസ്മരിക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ ഉന്നയിച്ച ഒരു ചോദ്യം, മന്ത്രിസഭയിലിരിക്കുന്ന പ്രമുഖരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചോദിച്ചു, താങ്കൾ ക്രിസ്തീയ കോളേജ്, ക്രിസ്തീയ സ്കൂളിൽ പഠിച്ചു വന്നയാളല്ലേ? ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളോട് മതം മാറാൻ ആ സ്കൂളിലെ, കോളേജിലെ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നോ? ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുന്നു, ഒരാൾ പോലും നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഓർക്കുക, ക്രിസ്തീയ മതത്തിന്റെ ലക്ഷ്യം മതം വളർത്തുക, മതസ്പർദ്ധ വർദ്ധിപ്പിക്കുക, കയ്യാങ്കളിക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതല്ല. ഞാൻ സ്നേഹമാകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്ന ഉദാത്തമായ യേശുവിൻ്റെ ആ ജീവിത മാതൃകയും ആ സന്ദേശവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് ഭാരതത്തിലെ എന്നല്ല ലോകത്തിലെ മുഴുവൻ ക്രൈസ്തവ സമൂഹങ്ങൾ. ഈ സത്യം നിങ്ങൾ വിസ്മരിക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ച്, സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും പരസ്പരം പങ്കുവച്ചും നമുക്ക് ഇല്ലായ്മയിലുള്ളവരെ ഉള്ളായ്മയിലേക്ക് കൊണ്ടുവരാൻ കൈകോർത്ത് നമുക്ക് പരിശ്രമിക്കാം. ആ സ്നേഹത്തിന്റെ സന്ദേശം ഇവിടെ പകർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.